ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെ സിനിമയെ നോക്കി കാണുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. സീൻ 1, ഏഴിലക്കര ദേശം. ഏഴിലക്കര എന്ന് പറഞ്ഞാ ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീളുന്ന നാടുന്ന പ്രസിദ്ധി. മുണ്ടയ്ക്കൽ ഉത്സവം നടക്കുകയാണ്. നാട്ടുകാരും കമ്മിറ്റിക്കാരെല്ലാം ആഘോഷങ്ങൾക്ക് റെഡിയായി. പക്ഷേ ചെണ്ടക്കാരെ കാണാനില്ല. ഇവരിത് എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നോക്കുമ്പോണ്ട് നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ട തലേമ തലേർച്ച ആള് ചെണ്ടക്കാരെ തട്ടിക്കൊണ്ടുപോയി. നാട്ടില് അമ്പലത്തിൽ കൊട്ടേണ്ട ചെണ്ടക്കാരെ വീടിന്റെ മുറ്റത്ത് നിർത്തി ചെണ്ട കൊട്ടിക്കുന്നു നീലകണ്ഠൻ. മുണ്ടയ്ക്കൽ കുഞ്ഞികൃഷ്ണന്റെ അനന്തരവനാണ് മുണ്ടയ്ക്കൽ ശേഖരൻ. ഇവൻ മൂർഖനാണെങ്കിൽ അത് കുഞ്ഞികൃഷ്ണനും നീലകണ്ഠനും തമ്മിലുള്ള പ്രശ്നം മൂത്ത് വഷളായി. ഒരു ദിവസം നീലകണ്ഠൻ പറഞ്ഞയച്ചയാള് കുഞ്ഞികൃഷ്ണനെ പോയി ചെറുതായിട്ടൊന്ന് കൊന്നിട്ടു. ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു. എല്ലാം പറഞ്ഞയച്ചതാ. ഈ പകയം പോയി കൊന്നിട്ടു. അവനപ്പത്തന്നെ എടുത്ത് വെട്ടിക്കളഞ്ഞ്. ഞാൻ പറഞ്ഞിരുന്നതല്ലേ തന്നോട് അബദ്ധം കാണിക്കരുത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ട വേദിയല്ല ഇത്. അമ്മാവൻ തീർന്നു എന്നറിഞ്ഞ ശേഖരൻ പിന്നെ ഒരു നിമിഷം പോലും അടങ്ങിയിരുന്നില്ല. ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ. ഓഞ്ഞേ. മുണ്ടയ്ക്കൽ ശേഖരന് ഒരു തരത്തിലും നീലകണ്ഠനെ ജയിക്കാൻ കഴിയുന്നില്ല. കാരണം ആളത്ര വെടിപ്പല്ല, പോക്കിരി, താന്തോന്നി, ധൂർത്തൻ, പെണ്ണുപിടിയൻ. വെറുതെ കിടക്കണ പറമ്പ് വിൽക്കണ്ടോ എന്ന് ചോദിച്ചു വന്ന വീരാൻകുട്ടീനെ ഒരാട്ടി ഇറക്കി വിട്ടു ഈ നീലകണ്ഠൻ. ഏത് നമ്മുടെ മേലേറത്തെ പറമ്പേ. തെക്കുമുറിക്കാര് പട്ടിനും പൂച്ചനെ കൊണ്ടേ കളയാൻ ഒരു തുരുത്തില്ലേ, അതായി പറയണത്. ശേഖരനെ സംബന്ധിച്ച് അയാളൊരു ദുശീലമുള്ള സ്വഭാവക്കാരനല്ല. പറമ്പ് വിറ്റ് കള്ളു കുടിച്ചിട്ടില്ല, ഇഞ്ചി വിറ്റ് ചീട്ട് കളിച്ചിട്ടില്ല, പത്തായപ്പുറയിൽ പെണ്ണുങ്ങളെ കയറ്റി താമസിപ്പിച്ചിട്ടില്ല, ഉത്സവം മുടക്കിയിട്ടില്ല, ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിപ്പിച്ചിട്ടില്ല, വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ആരെയും കൊന്നിട്ടില്ല. സോറി, ഒരാളെ കൊന്നുണ്ട്. എന്നാലും നീലകണ്ഠൻ കാണിച്ചു വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത്? ഇവിടെ ശേഖരൻ ചെയ്യുന്നത് എന്താ? സ്വന്തം അമ്മാവനെ കൊന്ന ആളോട് ആരായാലും കണക്ക് ചോദിക്കില്ലേ? നിങ്ങൾ ചോദിക്കില്ലേ? ഞാനും ചോദിക്കും. മൂക്കിനതാണ് മീശോളൻ എന്തായാലും ചോദിക്കാൻ ചെല്ലും. ഈ നീലകണ്ഠൻ ഈ ശേഖരനെ തോപ്പിക്കുന്ന പരിപാടി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് 1, അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴിടുമ്പോ 2, ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ്. 3. ആർക്കായാലും ദേഷ്യം വരില്ലേ? എന്താ ശരിയല്ലേ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? ശേഖരന് വേണമെങ്കിൽ തളർന്ന് കിടക്കുന്ന നീലകണ്ഠനെ ഈസി ആയിട്ട് തല്ലിക്കൊല്ലായിരുന്നു. പക്ഷെ ശേഖരനത് ചെയ്യില്ല. കാരണമായി ഈ നീലകണ്ഠന് ഭാനുമതി സെറ്റ് ആവാൻ കാരണം എന്താ? അതല്ല, സിമ്പതി. ഈ സിമ്പതി ഉണ്ടാവാൻ കാരണക്കാരനാരാ? ശേഖരൻ. ശരിക്കും ഇത്രയൊക്കെ ചെയ്ത നീലകണ്ഠൻ ആ ഉത്സവ പറമ്പിൽ വെച്ച് ശേഖരന്റെ 2 അടിയും മേടിച്ച് വീട്ടിൽ പോയി ആ പ്രശ്നോട് തീർന്നേ. മനുഷ്യനല്ലേ പിള്ളേ, എപ്പോഴെങ്കിലും ജയിക്കണ്ടേ? അങ്ങനെ അമ്മാവനും ചത്ത്, വലത്തെ കയ്യും പോയി, കാറും കത്തി, നാട്ടുകാരുടെ മുമ്പിൽ നാണവും നിറയും കെട്ടി നിൽക്കുന്ന ശേഖരന്റെ വാർദ്ധക്യത്തിലേക്കാണ് തലേമ തലയേറിച്ച കാർത്തികേയന്റെ എൻട്രി. ഭാനുമതി അസുഖം കൂടി മരിച്ചതിന് കാർത്തികേയൻ പോയി മുണ്ടക്കല ഹോസ്പിറ്റലിൽ തല്ലി തീർന്നു. എന്താ നീ അങ്ങനെ കാട്ടിയ കഴപ്പ്? ബാല്യത്തിലും യൗവനത്തിലും ശേഖരന്റെ ജീവിതം നീലകണ്ഠൻ തോപ്പിച്ചു. എന്നാ ഇച്ചിരി സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചന്ദ്രാലയും സുഭദ്രാമയുടെ അടുത്ത് പോയപ്പോ അവളും തോപ്പിച്ചു. വയസ്സായപ്പോ കാർത്തികേയനും തോപ്പിച്ചു. തോൽവികളേറ്റുവാങ്ങാൻ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. കല്യാണം ഉറപ്പിച്ചു വെച്ച ശേഖരന്റെ മോളെയും കൊണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് കാർത്തികേയ മുതലാളി പൊട്ടുകുത്തറി പുടവ ചുറ്റടി ചിക്കാൻ ചിക്കാം ചീതപ്പെണ്ണെ ചിക കളിച്ചത്. എന്നിട്ടോ മനുഷ്യൻ കഴിച്ചു. സ്വന്തം അച്ഛന്റെ അമ്മാവനെ കൊന്ന, അത് ചോദിക്കാൻ ചെന്ന അച്ഛന്റെ കൈ വെട്ടിയ നീലകണ്ഠന്റെ മകൻ കാർത്തികേയനെ പ്രണയിക്കുകയാണ് ശേഖരന്റെ മകൾ ജാനകി. അതും ഒരു പോലീസ് ഓഫീസറുടെ ആലോചന വേണ്ടാന്ന് വെച്ചിട്ട്. നീയും തന്നല്ലോടി അച്ഛന് സമ്മാനം. കൽപ്പന്തളി തോപ്പിച്ചു, മുങ്ങാവിട്ടപ്പോ തോപ്പിച്ചു, അമ്മാവനെ കൊന്നു, കാറ് കത്തിച്ചു, സുഭദ്ര തോപ്പിച്ചു, കൈ വെട്ടി, ഹോസ്പിറ്റലിൽ വിളിച്ച് മോളെ തട്ടിക്കൊണ്ടേ മോളെ കല്യാണം മുടക്കി മോളെ കെട്ടി. ഒരു സോഡ. ഇതിലേക്കുള്ളൊരു മനുഷ്യന് എന്ത് നഷ്ടപ്പെടാനാ? എന്റെ അറിവിൽ ശേഖരൻ ഇനി ഒരു കാര്യം മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. എന്റെ പൊന്നു തീരാണ്ടോ.